അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി, തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകൂപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസ് വിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് കാഴ്ചയില്ലാത്ത ബർത്തമിയൂസിൻ്റെ കഥ പറയുന്നത്. ഈ കഥയിലെ ഒരു വചനം വ്യാഖ്യാനിക്കാം എന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. അത് 49-ാം വാക്യമാണ്. നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ക്രിസ്തു ഈ നിലവിളി പ്രാർത്ഥന കേട്ട് നിൽക്കുന്നുണ്ട്. നിന്നിട്ട് ചുറ്റുമുള്ള ആൾക്കാരോട് പറഞ്ഞു, ആ നിലവിളിക്കുന്ന അന്ധനെ വിളിക്കുക. ആൾക്കാർ ചെന്നിട്ട് ബർത്തമിയൂസിനോട് പറയുന്ന 3 കാര്യങ്ങളാണ്. ക്രിസ്തു പറഞ്ഞ അവനെ വിളിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇവർ ചെന്നിട്ട് ആദ്യം യേശു നിന്നെ വിളിക്കുന്നു എന്നല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞു ധൈര്യമായിരിക്കുക. രണ്ടാമത് പറഞ്ഞു എണീൽക്കുക. മൂന്നാമതാണ് യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞത്. ഓരോ വാക്യങ്ങളിലും ഓരോ അർത്ഥപ്രപഞ്ചം നിറച്ചുവെച്ചാണ് മർക്കോസ് വിശേഷകൻ ഈ ഭാഗങ്ങളെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. ജെറീക്കോ വിട്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ജെറീക്കോയുടെ നീണ്ട ഒരു ചരിത്രവും ജെറീക്കോയെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാമൂഹിക, സാംസ്കാരിക, വൈകാരിക പശ്ചാത്തലങ്ങളൊക്കെ വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുക. ഇവിടെ ഈ ഒരൊറ്റ വാക്ക് ധ്യാനിക്കാം എന്നച്ഛൻ വിചാരിക്കുക. ധൈര്യമായിരിക്കുക. ധൈര്യമായിരിക്കുക. എപ്പോഴാണ് നമുക്ക് ധൈര്യം ചോർന്നു പോകുന്നത്? എപ്പോഴാണ് നാം ഭയപ്പെടുന്നത്? ഞാൻ ഓർമ്മിക്കുന്നു, എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു വൈദികനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുവാനായിട്ട് ഇടവന്നു. അദ്ദേഹം എന്നോട് ഒരു വഴിയാത്ര പോരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോകാൻ തയ്യാറായി. പെട്ടെന്നാണ് ഞാൻ ചിന്തിച്ചത്, അദ്ദേഹം ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൽ എനിക്ക് ഒരു സംശയമുണ്ട്.
അദ്ദേഹം നല്ലോണമാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൽ ഒരു വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞത് പിൻവലിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരക്കുണ്ട്, ഞാൻ പോരുന്നില്ല. അദ്ദേഹം എന്നെ വീണ്ടും നിർബന്ധിച്ചു. ഇതാ പോരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പോരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് പോകാം. അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഞാൻ ഇരുന്നു. എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. എതിരെ ഒരു വാഹനം വരുമ്പോൾ ഞാൻ അറിയാതെ പുറകിൽ നിന്ന് വെട്ടിക്കും. മുമ്പിലിരിക്കുന്ന വണ്ടി ഓടിക്കുന്നതിൻ്റെ സുഹൃത്ത് പറഞ്ഞു, ബെന്യച്ച അടങ്ങിയിരിക്കും ബെന്യച്ച. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അടങ്ങിയിരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് പറ്റുന്നില്ല. പിന്നെ വണ്ടി മുമ്പോട്ട് പോകുന്നു. എതിരെ വാഹനം വരുമ്പോൾ ഞാൻ അറിയാതെ പുറകിൽ നിന്നും ഇങ്ങനെ വെട്ടിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബെന്യച്ച പിറകിലിരിക്കുന്ന ആളല്ല വണ്ടി ഓടിക്കുന്നത്, മുമ്പിലിരിക്കുന്നത് ഞാനാണ്. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, ഒന്നും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആ യാത്ര കഴിഞ്ഞ് ഞാൻ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെട്ടത്. അതിനു മുമ്പും അതിന് ശേഷവും നിരവധി ആൾക്കാരോടൊത്ത് ഞാൻ യാത്ര പോയിട്ടുണ്ട്, ബൈക്കിലും ഇതര വാഹനങ്ങളിലും. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഭയമുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ബൈക്കിന് പുറകിൽ ഞാൻ കയറിയിരുന്നപ്പോൾ എനിക്ക് ഭയമായി. എനിക്ക് മനസ്സിലായി കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൽ എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയപ്പെടില്ല. അതിനു മുമ്പും പിൻപും അനേകരോടൊത്ത് യാത്ര ചെയ്തപ്പോഴൊക്കെ അവിടെ ഡ്രൈവിങ്ങിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയന്നില്ല. ഇത് വിശ്വാസക്കുറവ് വന്നു, അതുകൊണ്ട് ഭയന്നു. ഒരു നാൾ മദർ ഹോം ധ്യാനകേന്ദ്രത്തിൽ വിശ്വാസത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ബസ്സിന് വന്ന് കരങ്ങൾ ഉയർത്താവോ? ആ ധ്യാനത്തിന് സംബന്ധിക്കുന്ന ഒരു 70% ആൾക്കാർ ലൈൻ ബസ്സിന് വന്നവരായിരുന്നു. അവരെല്ലാവരും കരങ്ങൾ ഉയർത്തി. ഉടനെ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയണം. വന്ന ബസ്സിൻ്റെ ഡ്രൈവറെ അറിയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, ബാക്കിയുള്ളവർ കരങ്ങൾ താഴ്ത്തുക. ഞാൻ നോക്കുമ്പോൾ 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും കരങ്ങൾ താഴ്ത്തി. എന്ന് വെച്ചാൽ വന്ന ഒരു 99% ആൾക്കാർക്കും വന്ന ബസ്സിൻ്റെ ഡ്രൈവറെ അറിയില്ല. ഞാൻ അവരോട് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ മദർ ഹോമിലേക്ക് വരുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ബസ് മുന്നോട്ട് ഉലയുന്നു, ബസ് ഇടത്തേക്ക് വെട്ടിപ്പോകുന്നു. അടുത്തിരുന്ന ആളോട് ചോദിച്ചേ ബസ് ഇങ്ങനെ പോകുന്നത്. ഉടനെ ആൾ പറഞ്ഞു, ഈ ഡ്രൈവറുണ്ടല്ലോ മിനിഞ്ഞാന്നാണ് ഡ്രൈവിംഗ് പഠിച്ചത്, അങ്ങ് പരിയാരത്തെത്തും എന്ന് ഒരു ഉറപ്പുമില്ല. ഉടനെ നിങ്ങൾ എന്ത് പറയും? ഉടനെ അവർ പറഞ്ഞു, ആളിറങ്ങാനുണ്ട്, ആ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോരും. അങ്ങനെയെങ്കിൽ എന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുവല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ബസ്സിന് യാത്ര ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. ട്രെയിനിന് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, ഫ്ലൈറ്റിനും യാത്ര ചെയ്തിട്ടുണ്ടാവാം. ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്വസ്ഥതയോടെ അവിടെ ഇരിക്കും, സമാധാനത്തിലിരിക്കും. സീറ്റ് കിട്ടാൻ നമ്മൾ നോക്കും, സീറ്റ് കിട്ടി ശാന്തതയോടെ ഇരിക്കും, ഭയമില്ലാതെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു. എന്താ? പരിചയമില്ലാത്ത ഡ്രൈവറെയും നീ വിശ്വസിച്ചു. ആ വിശ്വാസം 100% വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് ഭയപ്പാടില്ല, സ്വസ്ഥതയോടെ ഇരുന്ന് ഞാൻ യാത്ര ചെയ്യുന്നു. എനിക്ക് ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, ആ ഓപ്പറേഷൻ വേണം എന്നാണ് കാണുന്നത്. പരിശോധന വീണ്ടും നടത്തി. പല ഡോക്ടർമാരും അത് ഓപ്പറേഷൻ വേണം എന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഒരു ബുധനാഴ്ച 10 മണിക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചു. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനെത്തി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ ചോദിച്ചു, ഏത് ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ നടത്തുന്നത്? ഇന്ന ഹോസ്പിറ്റലിലാണ്. ഏത് ഡോക്ടറാണ് ഓപ്പറേഷൻ നടത്തുന്നത്? അത് ഡോക്ടറുടെ പേര് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, അയ്യോ ആ ഡോക്ടർ കുഴപ്പക്കാരനാണല്ലോ, ആ ഡോക്ടർ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ നടത്തിയപ്പോൾ 2 പേരുടെ കിഡ്നി മുറിച്ചുകൊണ്ട് പോയല്ലോ. പിന്നെ നമ്മൾ പോവില്ല, പിന്നെ ആ ഡോക്ടറുടെ അടുത്ത് ഓപ്പറേഷൻ നമ്മൾ പോവില്ല. ഞാനിത് ഉദാഹരണം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാ. സർജറി കഴിഞ്ഞ് കുറേ പേരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടാവുമല്ലോ.
ആ സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയും, ഒന്ന് നിന്നാട്ടെ, എന്നെ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറുടെ മാർക്ക് ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നെ ചികിത്സിക്കുന്ന ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറുടെ പരിചയവും അതുപോലെ തന്നെ മാർക്കൊക്കെ ഒന്ന് പരിശോധിച്ച് ഞാൻ വിലയിരുത്തട്ടെ. എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറുടെ മാർക്ക് ലിസ്റ്റോ അല്ല അനുഭവ പാഠമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ചികിത്സയ്ക്ക് ഓപ്പറേഷൻ വിധേയമാകുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ ഡോക്ടറെ വിശ്വസിച്ചു. അച്ഛൻ സമർപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ സാമൂഹിക ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒത്തിരി പേരെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവറെ വിശ്വസിക്കുന്നു, ഡോക്ടറെ വിശ്വസിക്കുന്നു, കടക്കാരനെ വിശ്വസിക്കുന്നു, മത്സ്യം കൊണ്ടുവരുമ്പോൾ ആ മത്സ്യം കൊണ്ടുവരുന്ന മനുഷ്യനെ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം ഒത്തിരി മായൊന്നും ഇടാതെ ഒരുമാതിരി നല്ല മത്സ്യമാണ് കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നു, ഭർത്താവ് ഭാര്യ വിശ്വസിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ വിശ്വസിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ വിശ്വസിക്കുന്നു, അയൽവക്കംകാരെ വിശ്വസിക്കുന്നു. പരസ്പരമുള്ള വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, ചുറ്റും എവിടെയുണ്ട്. ആ വിശ്വാസമില്ലാതെ ജീവിതം മുമ്പോട്ട് പോവില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ യാത്ര ചെയ്ത ബസ്സിൻ്റെ ഡ്രൈവറെ നിങ്ങൾ 100% വിശ്വസിച്ചെങ്കിൽ, ഭയമില്ലാതെ ആ ബസ്സിൽ യാത്ര ചെയ്ത് പോയെങ്കിൽ, ആ ഡ്രൈവറെ വിശ്വസിച്ചതിൻ്റെ ഒരു 10% വിശ്വാസം നിന്റെ ഈ സത്യദൈവത്തിൽ നിനക്കുണ്ടോ? നിന്റെ സത്യദൈവത്തിൽ നിനക്കുണ്ടോ? വചനം പറയുകയാണ്, നിങ്ങൾ ഭയന്നു പോകുന്നെങ്കിൽ അതിനർത്ഥം വിശ്വാസത്തിന് കുറവാണ്. ജീവൻ നൽകുകയും ജീവൻ തിരിച്ചെടുക്കാനും അത് പിന്നീട് നൽകാൻ ശേഷിയുള്ള ദൈവമാണ് നിന്റെ കൂട്ടാളിയെങ്കിൽ, നിന്റെ സഹായകനെങ്കിൽ, ഒപ്പമുള്ള ആള് എങ്കിൽ മരണത്തെ പോലും ഭയപ്പെടേണ്ടതില്ല. മരണത്തിൻ്റെ അതിനാഥനാണ് അവൻ. അവൻ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് 366 പ്രാവശ്യത്തോളം ബൈബിളിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് പറയപ്പെട്ടത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടണം, ആഴപ്പെട്ടേ മതിയാവൂ. ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് പ്രാക്ടിക്കൽ എത്തയിസം. ദൈവത്തിൽ വിശ്വാസമൊക്കെയുണ്ട്, പക്ഷെ കാര്യസാധ്യത്തിന് മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ ആശ്രയം വയ്ക്കുന്നു. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷെ പ്രായോഗികമായി അത് തെളിയിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപതയിലെ ഒരു ഇടവകയിൽ വാർഷിക ധ്യാനം അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഭർത്താക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഉറപ്പിൻ്റെ പേരിലാണ് ഈ ഭാര്യയോടൊത്ത് രാത്രി കിടന്നുറങ്ങുന്നത്? ഒരത്ഭുതത്തോടെ എന്നെ നോക്കി, ഈ അച്ഛൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അവിടെ ആകാംക്ഷ അങ്ങനെ വലുതായി നിൽക്കുകയാണ്. ഉടനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുകയാണ്, പാതിരാത്രി നല്ല ഉറക്കം, ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് ഭാര്യ എണീറ്റിട്ട് നിങ്ങളുടെ കഴുത്തിനിട്ട് ഒറ്റ ഞെക്ക് തന്നാൽ തീർന്നില്ലേ? ജീവിതം തീർന്നില്ലേ? എന്ന് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചുമ്മാ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഞാൻ നോക്കുമ്പം ഈ ഭർത്താക്കന്മാരുടെ കണ്ണും വായും ഇങ്ങനെ പൊളിഞ്ഞിരിപ്പുണ്ട്. കാരണം എന്താ? ഇങ്ങനെ ഒരു ദുരന്തമുള്ള കാര്യം മുമ്പ് ഒരു ധ്യാനഗുരുവും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരിങ്ങനെ അമ്പരന്ന് നിന്നു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു, ബെന്നിയച്ചൻ പോകരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അവിടെ നിന്നു. എന്താണ് അപ്പച്ചൻ, എന്താണ് പറയാനുള്ളത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനായിട്ട് ഇല്ലാത്തൊരു പേടിയും കൂടി ഉണ്ടാക്കി. ഇനി ഞാനെങ്ങനെ ഭാര്യയോടൊത്ത് കിടന്നുറങ്ങും? അദ്ദേഹം ആകെ വേവലാതിപ്പെട്ടു പോയി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇത്ര വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഞാനും വിചാരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് പരസ്പരമുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യ വിശ്വസിക്കുന്നുണ്ട്, മക്കൾ മാതാപിതാക്കളെ വിശ്വസിക്കുന്നുണ്ട്, മാതാപിതാക്കൾ മക്കളെ വിശ്വസിക്കുന്നുണ്ട്. അത് കുടുംബത്തിൽ.
പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പരസ്പരം വിശ്വസിക്കുന്നു, നിരവധി ആൾക്കാർ വിശ്വസിക്കുന്നു. മുമ്പ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവറെ യാത്രക്കാരൻ വിശ്വസിക്കുന്നു. ഷോപ്പിങ്ങിന് പോകുമ്പോൾ സാധനങ്ങൾ നൽകുന്ന വ്യക്തികളെ നമ്മൾ വിശ്വസിക്കുന്നു. ചികിത്സയ്ക്ക് പോകുമ്പോൾ ഡോക്ടറെ വിശ്വസിക്കുന്നു. അങ്ങനെ ആഴമായൊരു വിശ്വാസത്തിൻ്റെ ശൃംഖല നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭയമില്ലാതെ സ്വസ്ഥതയോടെ നമ്മൾ മുമ്പോട്ട് പോകുക. സ്വാഭാവിക ജീവിതത്തിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുമ്പോട്ട് പോകണമെങ്കിൽ ചുറ്റുമുള്ളതൊക്കെ വിശ്വസിക്കാതെ തരവില്ല. കർഷകൻ പ്രകൃതിയെ വിശ്വസിക്കുന്നു. മഴ പെയ്യും എന്ന് വിശ്വസിച്ചാണ് അവൻ കൃഷി ഇറക്കുന്നത്. ചുടുകട്ട പിടിച്ചു വെക്കുന്ന വ്യക്തി വെയിൽ തെളിയും എന്ന് വിശ്വസിച്ചാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടൊരു വിശ്വാസം, അത് പരസ്പരമുള്ള വിശ്വാസം വളരെ ആഴപ്പെടുന്നിടത്തേ ധൈര്യമുണ്ടാവുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഡ്രൈവറെ വിശ്വസിക്കുന്ന ഒരു യാത്രക്കാരൻ സ്വസ്ഥതയോടെ ബസ്സിൽ യാത്ര പോകുന്നു. ആ ഡ്രൈവറെ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ഒരു പകുതി നിന്റെ ജീവിതമാകുന്ന വാഹനം ഓടിക്കുന്ന ക്രിസ്തുവിലേക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്താൽ സത്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഡോക്ടറെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പകുതി വിശ്വാസം, ഡ്രൈവറെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പകുതി വിശ്വാസം, സമൂഹത്തിലുള്ള ഇതര വ്യക്തികളെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പകുതി വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അല്പം കൂടെ മാറിപ്പോകും. ധൈര്യമുണ്ടാവും, ഭയപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനോ നിങ്ങളോ ഏതെങ്കിലും കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, വിശ്വാസത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ഓർക്കുന്നു, മദർ ഹോമിൽ ധ്യാനം നടക്കുന്ന നാളിൽ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം തിങ്കളാഴ്ച രാവിലെ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് എൻ്റെ ഓഫീസിൽ വന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ബെന്യച്ച, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ധ്യാനിക്കാൻ വന്നതല്ല. ഞാൻ ചോദിച്ചു, ധ്യാനിക്കാൻ വന്നതല്ലേ? അല്ല അച്ഛാ, ഞാൻ ധ്യാനിക്കാൻ വന്നതല്ല. പക്ഷെ ധ്യാനത്തിലാണല്ലോ ഉള്ളത്. അതെ അച്ഛാ, ഞാൻ ധ്യാനത്തിനാണുള്ളത്, പക്ഷേ ഞാൻ ധ്യാനിക്കാൻ വന്നതല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ കർണാടകത്തിലെ ഒരു എൻജിനീയറിംഗ് കോളേജിലെ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അച്ഛാ. എൻ്റെ കോഴ്സ് എല്ലാം കംപ്ലീറ്റായി, എൻ്റെ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവധിക്ക് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ ആഴ്ചയാണ് അച്ഛാ എൻ്റെ റിസൾട്ട് വരുന്നത്. സത്യമായിട്ട് അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ റിസൾട്ട് വന്നാൽ ഒരു വിഷയത്തിന് ഞാൻ പൊട്ടും. ഞാൻ പൊട്ടിയാൽ എൻ്റെ പപ്പ എന്നെ പപ്പടമാക്കും. എനിക്കെവിടെയും പോയി രക്ഷപ്പെടാൻ മാർഗമില്ല. റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഏതെങ്കിലും ബന്ധു വീട്ടിലൊക്കെ പോയാൽ പപ്പ അവിടെ ഫോൺ വിളിച്ച് വരുത്തിയിട്ട് എന്നെ ശിക്ഷിക്കും. എക്സ് മിലിറ്ററിയാണ്. അതുകൊണ്ട് പ്രായഭേദമെന്നെ അല്ലാതെ ശിക്ഷ. അതുകൊണ്ട് ഞാനിങ്ങനെ ഭയന്ന് വിഷമിച്ചിരിക്കുക, എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് മദർ ഹോമിൽ ധ്യാനിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, നല്ല ധ്യാനമാണ്, മദർ ഹോമിലേക്ക് ധ്യാനിക്കാൻ പൊക്കോ, ഒരു മെച്ചം കിട്ടും. ആ മൊബൈൽ ഫോൺ അവർ മേടിച്ചു വെക്കും, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നച്ചാ. വന്ന പാടെ ഈ ചെറുപ്പക്കാരൻ ഓഫീസിൽ കൊണ്ടുപോയി ഫോൺ കൊടുത്തു. ഇനി എന്നെ വിളിച്ചാൽ കിട്ടിയല്ലച്ചാ, എനിക്ക് സമാധാനം ഉണ്ടച്ചാ. ഞാൻ പറഞ്ഞെൻ്റെ കുഞ്ഞേ, നീ എന്തീ പറയുന്നത്? ധ്യാനം കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് തന്നെയല്ലേ നീ കയറി ചെല്ലേണ്ടത്? അതെ, ഈ അപ്പം തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്? അതെ അച്ഛാ, പക്ഷെ എനിക്കൊരു ബുദ്ധിയുണ്ട് അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താ ബുദ്ധി? അച്ഛാ, ഇവിടെ 2 ബുക്ക് സ്റ്റാൾ ഞാൻ കണ്ടു, അവിടെ കുറേ ജപമാലകൾ ഞാൻ കണ്ടു. ഞാൻ 2 ജപമാല മേടിക്കും വെച്ച, എന്നിട്ടുണ്ടല്ലോ ബാഗ് തോളത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഈ 2 കയ്യിൽ ഓരോ ജപമാല പിടിച്ച് ഞാൻ ചൊല്ലിക്കൊണ്ട് കയറി ചെല്ലും അച്ഛാ. ഞാനത് ഭാവനയിൽ കണ്ടു. അവൻ ബാഗ് തോളത്തേക്ക് ഇട്ടിട്ട് 2 കയ്യിലും ജപമാല പിടിച്ച് ചൊല്ലിക്കൊണ്ട് കയറി ചെല്ലുന്ന ഞാൻ ഭാവനയിൽ കണ്ടു. നല്ല രസമായിട്ടുണ്ട്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് കയറി വരുന്ന എന്നെ നോക്കി എൻ്റെ അപ്പൻ ചിത്ത പറയുമോ, വഴക്ക് പറയുമോ? എനിക്ക് ബുദ്ധിയുണ്ടച്ചാ. ഈ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവന് മണ്ടേ എഞ്ചിനീയറിംഗ് ജയിക്കാമായിരുന്നു. അതല്ല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനിവിടെ വരെ വന്നതല്ലേ, അച്ഛൻ എൻ്റെ തലയിലൊന്ന് തൊട്ട് പ്രാർത്ഥിച്ചേരെ. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ശിരസിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു സന്ദേശം പറഞ്ഞു. ആ സന്ദേശം ഇതാണ്: ഇവൻ എഴുതിയ
എല്ലാ വിഷയങ്ങളിലും ജയിക്കുമെന്ന് അവനോട് പറ. ഞാൻ പറഞ്ഞില്ല, കാരണം തോക്കുമെന്ന് ഉറപ്പിച്ചു വന്ന ചെറുപ്പക്കാരൻ. അവൻ തോക്കുമെന്ന് അവന് നല്ല ഉറപ്പാ, അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെടാൻ വന്നിരിക്കുക. അപ്പോൾ അവൻ ജയിക്കുമെന്ന് അവനോട് എങ്ങനെ പറയുക? ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ സന്ദേശം തെറ്റാണ്. ഒന്നെങ്കിൽ സന്ദേശം തെറ്റാണ്, അല്ലെ ഞാൻ വ്യാഖ്യാനിച്ച തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം നൽകിയാൽ നമ്മളത് പറയാതെ നിന്നാൽ പോലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അവസാനം ഞാൻ അറിയാതെ തന്നെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നൽകുന്ന സന്ദേശം നീ എഴുതിയ എല്ലാ വിഷയങ്ങളിലും ജയിക്കുമെന്നാണ്. അവൻ എന്നെ തല വെട്ടിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ജയിക്കുമെന്നോ? ഞാനോ? അവൻ ഇറങ്ങിപ്പോയി. എന്നിലുള്ള വിശ്വാസം അവന് നഷ്ടമായി. അവനറിയാം അവനല്ലേ പരീക്ഷ എഴുതുന്നത്, അവൻ ജയിക്കുമോ നോക്കുമെന്ന് അവന് നല്ലോണം അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ അവൻ സമ്മതിക്കുമോ? ഏതായാലും ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ആ ചെറുപ്പക്കാരൻ ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്ന് കൗൺസിലിംഗ് നടത്തി. കൗൺസിലർ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ബെന്യച്ചൻ പ്രാർത്ഥിച്ച ഒരു സന്ദേശം എങ്ങാനും പറഞ്ഞിരുന്നോ? ഉവ്വ്, ആ സന്ദേശം നടക്കും. നടക്കും. അപ്പോൾ അല്പം കൂടി ഒരു പ്രതീക്ഷയായി. മദ്രൂമിലെ ധ്യാനത്തിന് ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ഉണ്ട്. വിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള കൗൺസിലിംഗ് ആണ്. ദിവ്യകാരുണ്യ കൗൺസിലിങ്ങിന് അവൻ വന്നിരുന്നു. ദിവ്യകാരുണ്യ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ബ്രദർ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബെന്യച്ചൻ പറഞ്ഞൊരു സന്ദേശം നടക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇത്രയായപ്പോൾ ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി. ജയിക്കും, അച്ഛൻ പറഞ്ഞ സന്ദേശം സത്യമായി സംഭവിക്കും. അതുകൊണ്ട് എങ്ങനെയോ, ഒന്നെങ്കിൽ മോഡറേഷനാണ്, അല്ലെ മറ്റെന്തെങ്കിലും കാരണങ്ങളാണ്, ഞാൻ ജയിക്കും. അവന് വലിയ സന്തോഷമായി. അവൻ പിന്നീട് ധ്യാനിക്കാൻ തുടങ്ങി. സന്തോഷത്തോടെ. ഭയം മാറിയില്ലേ? ആകുലത മാറി. ജയിക്കുമെന്ന് ഉറപ്പായില്ലോ. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം മറന്ന് ആ ചെറുപ്പക്കാരൻ അങ്ങ് ധ്യാനിക്കാൻ തുടങ്ങി. കരങ്ങളടിക്കുന്നു, പാട്ടുപാടുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏറ്റവും സന്തോഷകരമായി അവനങ്ങ് ധ്യാനിച്ചു. ധ്യാനം വ്യാഴാഴ്ച രാത്രി 10:30 മണിക്ക് കഴിയും. അപ്പോൾ ഓഫീസിൽ നിന്ന് മൊബൈൽ ഫോണ് കിട്ടും. അവൻ ഓടിച്ചെന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു, ഓണാക്കി. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു, പപ്പാ, ഞാനാണേ മദർ ഹോമിൽ ധ്യാനിക്കാൻ പോയതാണല്ലോ. നല്ല ധ്യാനമായിരുന്നു പപ്പാ, നല്ല ധ്യാനമായിരുന്നു. പപ്പായും മമ്മയ്ക്ക് ഒരു ധ്യാനം കൂടാൻ വരണം. ഞാൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ധ്യാനത്തിന് ഒരുങ്ങുന്നു. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ പറഞ്ഞയക്കുന്നൊക്കെയുണ്ട്. പിന്നെ എൻ്റെ റിസൾട്ട് വന്നല്ലേ, ഞാൻ ജയിച്ചല്ലേ. ബെന്യച്ചൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് സന്ദേശം പറഞ്ഞായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. അവൻ്റെ പപ്പ മറുപടിയായിട്ട് അവനോട് പറഞ്ഞു, ഒവ്വ, നീ ജയിച്ചു. നീ തോറ്റുപോയടാ. നീ ഒരു വിഷയത്തിന് തോറ്റുപോയി. എൻ്റെ 5-6 ലക്ഷം രൂപ അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി നീ ദർബാർ അടിച്ച് നശിപ്പിച്ച് ഒരു വിഷയത്തിന് തോറ്റ് നീ വന്നിരിക്കുന്നു. എന്നിട്ട് നീ രക്ഷപ്പെടാനായിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് പോയിരിക്കല്ലേ. നാളെ നീ ഇങ്ങോട്ട് വരുമല്ലോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി ഒരു ശുശ്രൂഷകനോട് പറഞ്ഞു, ആ ബെന്യച്ചനെ ഒന്ന് വിളിച്ചാട്ടെ, ഒന്ന് വിളിച്ച്. ശുശ്രൂഷകൻ വന്ന് എന്നോട് പറഞ്ഞു, പുറത്തൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്, അച്ഛനെ കാര്യമായിട്ട് തിരക്കുന്നുണ്ട്, ഇപ്പം തന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്, എന്തോ അസുഖമാണ്. ഞാൻ ചിന്തിച്ചു, വിറയ്ക്കുന്ന അസുഖം പനി മൂർച്ഛിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ട്. ദുർവാസാവിൻ്റെ ചേട്ടനായിട്ടുള്ള നിപ്പ, കോപക്രാന്തനായി നിൽക്കുക. എന്നെ കണ്ടപാടെ ചോദിച്ചു, ഇതെന്നാ ധ്യാനവാ? ഞാൻ ചോദിച്ചു, എന്താ? അച്ഛനല്ലേ പ്രാർത്ഥിച്ച് പറഞ്ഞ് ഞാൻ ജയിക്കുമെന്ന്? അതെ. ഞാൻ തോറ്റുവെച്ചാ, ഞാൻ പൊട്ടിവെച്ചാ? ഇത്രയും പറഞ്ഞിട്ട് അവൻ എന്നോട് ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനോടി പള്ളി കയറി. എന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇതെന്നാ ധ്യാനമാണെന്ന്. ചുമ്മാതിരുന്ന് എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ട് അവനിപ്പോൾ തോറ്റുപോയിരിക്കുന്നു. അവൻ പോകുന്നിടം വരെ ഞാൻ പിന്നീട് പുറത്തിറങ്ങിയിട്ടില്ല. പിറ്റേന്ന് ധ്യാനം കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ പോയി. നാള് അധികമൊന്നും കഴിഞ്ഞില്ല. മദർ ഹോമിൽ ഒരു ധ്യാനത്തിന് അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. 2:30 മണിക്ക് ക്ലാസ് എടുക്കണം. അതിനായിട്ട് വിസ്തുർബാന മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പോക്കറ്റിൽ കിടന്ന് എൻ്റെ ഫോണ് ആരോ എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പുറത്തിറങ്ങി ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പർ. ഹലോ വെച്ചു. അങ്ങത്തലക്കൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബെന്യച്ചനല്ലേ? അതെ. മദർ ഹോമിലെ ബെന്യച്ചനല്ലേ? അതെ. അച്ഛാ, പൊട്ടും എന്ന് പറഞ്ഞ് വന്ന് പൊട്ടിപ്പോന്ന ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയെ അച്ഛൻ ഓർക്കുന്നുണ്ടോ? അത് പിന്നെ നമുക്ക് മറക്കാൻ പറ്റിയല്ലോ. തങ്ക ലിപികളിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളല്ലേ. എനിക്ക് കാര്യം മനസ്സിലായി. അവൻ വീണ്ടും എന്നെ ഫോണിലൂടെ ചീത്ത വിളിക്കാനാണ്. അത് കേട്ടിട്ടാണ് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞ്, നീ ഇപ്പം എന്നോട് സംസാരിക്കണ്ട. ഞാൻ 4 മണിക്ക് ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. അല്ല, എനിക്ക് ഇപ്പം തന്നെ അച്ഛനോട് 2 പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, ദയവായിട്ട് കുഞ്ഞ്, നീ ഇപ്പം സംസാരിക്കണ്ട, ഞാൻ നിന്നെ കേട്ടോളാം, ധ്യാനം കഴിഞ്ഞിറങ്ങട്ടെ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, ഞാൻ പറയാൻ പോവുകയാണ്. എന്താണെന്നറിയാവോ? അച്ഛൻ ഫോൺ കട്ടാക്കരുത്, അച്ഛൻ കേൾക്കണം. ഞാൻ ജയിച്ചച്ചാ, ഞാൻ ജയിച്ചു.
എനിക്ക് അത്ഭുതമായിപ്പോയി. ഞാൻ ചോദിച്ചു, നീ ജയിച്ചോ? തോറ്റെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അതേ അച്ഛാ, റിസൾട്ട് വന്നപ്പോൾ തോറ്റിരുന്നു. പക്ഷേ അച്ഛൻ എന്നോട് ജയിക്കുമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അച്ഛാ ഞാൻ റിവാലുവേഷൻ കൊടുത്തച്ഛാ. ഇന്ന് റിസൾട്ട് വന്നച്ഛാ, ഞാൻ ജയിച്ചച്ഛാ, ഞാൻ ജയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പിന്നീട് പറഞ്ഞ വാക്കാണ് ഞാനിപ്പോഴും ഓർക്കുന്നത്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്ക് വിശ്വാസം വേണം അച്ഛാ. ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന വിശ്വാസം വേണം അച്ഛാ. നമുക്ക് വിശ്വാസത്തിന് കുറവുണ്ടച്ഛാ. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛാ ഈ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ. അവനൊരു അരമണിക്കൂർ എന്നെ ധ്യാനിപ്പിച്ചു വിശ്വാസത്തെക്കുറിച്ച്. ഞാൻ ഉവ്വേ എന്നൊക്കെ കേട്ടിരുന്നു. എന്ന് പറയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എന്താ? വിശ്വാസം വേണം. ആഴമായ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം ആഴപ്പെടുന്നിടത്താണ് ധൈര്യമുണ്ടാവുക. എൻ്റെ ദൈവം അറിയാതെ അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പരിപൂർണമായ ബോധ്യമുള്ളൊരു വ്യക്തി ഭയപ്പെടില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം എന്നെ നയിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ടാകണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ടാവണം, ശുദ്ധിയിലുള്ള ജീവിതം കൂടെ വേണം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ച് ജീവിതത്തെ മുമ്പോട്ട് നയിച്ചോ, ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒന്നിനെയും ഭയപ്പെടേണ്ട. ആയതിനാൽ ധൈര്യമായിരിക്കുക. യേശു നിന്നെ വിളിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.